വെൽക്കം ടു കോളേജ് ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനൽ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് സെമസ്റ്റർ ബി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, കേരള യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം ദി പ്യൂരിറ്റൻ ഏജ് ടു ദി റീസ്റ്റോറേഷൻ. ഇതിൽ നമുക്ക് 3 പീരീഡിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് പ്യൂരിറ്റൻ ഏജ് അല്ലെങ്കിൽ കരോളിൻ ഏജ്. രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടത് റീസ്റ്റോറേഷൻ പീരീഡ്, റീസ്റ്റോറേഷൻ ഏജ്. ഇതിൻ്റെ മിഡിലായിട്ട് ഇൻ്റർറഗനം എന്ന് പറയുന്ന ഒരു പീരീഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 പീരീഡ്സ്. ആ 3 പീരീഡിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ ലിറ്ററേച്ചർ പരമായിട്ടുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ബട്ട് നിങ്ങൾ ലിറ്റററി പരമായിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റേഴ്സ് ലിറ്ററേച്ചർ ഇൻ കരോളിൻ ഏജ്, അതുപോലത്തെ കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് പ്യൂരിറ്റൻ ഏജ് അല്ലെങ്കിൽ കരോളിൻ ഏജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കരോളിൻ ഏജ് ഫ്രം 1625 to 1649 ആണ്. ഇൻ്റർറഗനം ആ ഏജ് 1649 to 1659 ആണ്. റീസ്റ്റോറേഷൻ ഈസ് ഫ്രം 1660 to 1700. അപ്പോൾ ഇതിൽ ഏറ്റവും ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഇയർ ഏതാണ്? 1660 to 1700 ആണ് റീസ്റ്റോറേഷൻ പീരീഡ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഈ ഓരോ പീരീഡിൽ കരോളിൻ ഏജിൽ അല്ലെങ്കിൽ പ്യൂരിറ്റൻ ഏജിൽ വന്ന ലിറ്റററി പരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ദെൻ ഇൻ്റർറഗനം, അതിൽ നെക്സ്റ്റ് റീസ്റ്റോറേഷൻ പീരീഡിൽ വന്ന ലിറ്റററി പരമായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഹിസ്റ്റോറിക്കൽ പരമായിട്ട് കരോളിൻ ഏജ് ഫ്രം 1625 to 1649. ആൻഡ് കരോളിൻ ഏജ് എന്ന് പറയുന്ന ഈ ഒരു ഏജിന് പേര് കിട്ടിയത് ചാൾസ് ദി ഫസ്റ്റ് എന്ന് പറയുന്ന റൂളറിൻ്റെ is named after this ruler, Charles the First, King of England at that time. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ, ആ റൂളിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയാണ് ചാൾസ് ദി ഫസ്റ്റിൽ നിന്നും പ്യൂരിറ്റൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ റൂള് പോയതെന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. ചാൾസ് ദി ഫസ്റ്റിൻ്റെ പേരിലാണ് ഈ ഒരു ഏജ് അറിയുന്നതെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ റൂളിങ്ങിനെ കുറിച്ചോ അല്ല നമ്മൾ പഠിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോയി ആരുടെ കയ്യിലേക്ക്? പ്യൂരിറ്റൻസിൻ്റെ കയ്യിലേക്ക്. അതെങ്ങനെ പോയി, എന്നിട്ട് പ്യൂരിറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് കരോളിൻ അല്ലെങ്കിൽ പ്യൂരിറ്റൻ ഏജിൽ നമ്മൾ നോക്കുന്നത്. ഫ്രം 1625 to 1649. 1625 to 1649. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, 1625 മുതൽ 1642 വരെയാണ് ആക്ച്വലി ഈ ചാൾസ് ദി ഫസ്റ്റ് ഭരിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കാൻ പോകുന്നത് ടു ദി പ്യൂരിറ്റൻസ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചാൾസ് ദി ഫസ്റ്റ് ഭരിക്കുന്ന കാലത്ത് ഒരു പൊളിറ്റിക്കൽ ടെൻഷൻ റൈസ് ചെയ്തു വിത്ത് ദി പ്യൂരിറ്റൻസ് അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്. അങ്ങനെ നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അതെന്തായി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഒന്ന് റോയലിസ്റ്റ് അല്ലെങ്കിൽ കവലിയേഴ്സ്. അവർ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? കിങ്ങും അതുപോലെ ഡിവൈൻ റൈറ്റ് തിയറി ഓഫ് ദ കിങ്. അതെന്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. മറ്റൊരു ഗ്രൂപ്പാണ് പ്യൂരിറ്റൻസ് അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി ഓവർ എന്തിനാണ് അഫയേഴ്സ് ഓഫ് ദി അപ്പർ ഹാൻഡ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഇത് എൻഡ് ചെയ്തത് ലാസ്റ്റ് ഒരു 1642 സിവിൽ വാറിലാണ്, ഇൻ വിച്ച് ദി പ്യൂരിറ്റൻസ് അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് വൺ. അങ്ങനെ ആ ഒരു റൂള് പാർലമെൻറ്റ് മെജോറിറ്റി ആരായി? ഈ റൗണ്ട് ഹെഡ്സ് അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് ആയി. അവർ എന്തായി? ഈ ഒരു ഇംഗ്ലണ്ട് ഭരിക്കാനായി. അപ്പോൾ അതിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കാണാൻ പോകുന്നത്. ആ മാറ്റങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ആരാണ് ഈ പ്യൂരിറ്റൻസ്? ഹു ആർ ദീസ് റൗണ്ട് ഹെഡ്സ് ഓർ ഇൻഡിപെൻഡൻസ്? അത് ദേ സ്റ്റുഡ് ഫോർ റൈറ്റസ്നെസ് ആൻഡ് ലിബർട്ടി. അവരുടെ ഡീറ്റെയിൽസ് പോകുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക. ഡ്യൂറിങ് ദി റൂൾ ഓഫ് ജെയിംസ് ദി ഫസ്റ്റ് ആൻഡ് ചാൾസ് ദി ഫസ്റ്റ് ദേ വെയർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് മെനി കോളനീസ് ഇൻ ബർമുഡാസ്, ദെൻ വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സ് ആൻഡ് വിർജീനിയ. അതുകൂടി ഓർത്തിരിക്കുക. ജസ്റ്റ് ഒരു പോയിന്റ്. നമുക്കിനി പ്യൂരിറ്റൻസ് അവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹു ആർ ദേ? പ്യൂരിറ്റൻസ് റിയലി ദേ വാണ്ടഡ് ടു പർജ് ദി ചർച്ച്. So they attempted to purify the Church of England. Also they tried to remove the remnants of Roman Catholics rule of Pope. അപ്പോൾ എന്താണ് പ്യൂരിറ്റൻസ്? Puritans are members of a particular Protestant religious sect advocating greater purity and piety. നിങ്ങൾക്ക് ആരാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് നിങ്ങൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. They are separated from Roman Catholic Church based on theological or political differences during a Reformation. അപ്പോൾ എന്താണ് റിഫോർമേഷൻ എന്നും ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സെമസ്റ്ററിൽ നിങ്ങൾ റീസ്റ്റോറേഷനാണ് പഠിക്കാൻ പോകുന്നത്. പ്യൂരിറ്റൻ ഏജിന് ശേഷം ഇൻ്റർറഗനം, ഇൻ്റർറഗനത്തിന് ശേഷം റീസ്റ്റോറേഷൻ. അതായത് പ്യൂരിറ്റൻ ഏജിൽ
കുറേ ക്ലബ്സ് ഫോർ തിയേറ്റേഴ്സ് ഫോർ ഡാൻസിങ്, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഈ പ്യൂരിറ്റൻസ് കൊണ്ടുവരും. എന്നാൽ റിസ്റ്റോറേഷൻ കാലഘട്ടമാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഓർക്കാനൊക്കെ വളരെ എളുപ്പമാണ്, അത് പറയാം. അതിനു മുന്നേ പ്യൂരിറ്റൻസ് ആരാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ദേ ആർ ദി മെമ്പേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊട്ടസ്റ്റൻറ്റ് റിലീജിയസ് സെക്ട്. പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം റോമൻ കത്തോലിക് ചർച്ച് ഡ്യൂറിങ് ദ റിഫോർമേഷൻ പീരീഡ്. ആൻഡ് റിഫോർമേഷൻ, ഐ ഹോപ്പ് യു നോ, it was like a revolt in England against the corruption of church and moral looseness of the clergy, and it was spearheaded by Martin Luther and John Calvin, and they were divided into two when Martin Luther was removed, and the church divided into Catholics and Protestant. അങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ഈ പ്രൊട്ടസ്റ്റൻ്റ് ഒരു പാർട്ടാണ്, ഒരു മെമ്പറാണ് ഒരു പ്യൂരിറ്റൻസ്. പ്യൂരിറ്റൻസ് അവരുടെ എയിം എന്തായിരുന്നു? To purify the Church of England. Also, they are known for their spirit of religious and moral earnestness. They insisted a life of purity, simplicity and prayer. അപ്പോൾ അവരെന്താണ് കൊണ്ടുവന്ന മാറ്റങ്ങളെന്ന് നോക്കാം. They put curbs to the joys and vitality of Englishmen, like they put severe curbs on singing, dancing, merrymaking, drinking, all kinds of merrymaking. They put curbs on them. Then they summoned a parliament, which parliament ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഈ പ്യൂരിറ്റൻസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. They issued an ordinance in 1640. ഒരു പാർലമെൻറ്റ്, ലോങ് പാർലമെൻറ്റ് വാസ് കോൾഡ് ഇൻ നവംബർ 1640. അങ്ങനെ they issued an ordinance. അതിലെന്തായിരുന്നു അവർ പറയുന്നത്? തിയേറ്റേഴ്സ് വെയർ ക്ലോസ്ഡ്. തിയേറ്റേഴ്സ് ആർ ആസ്ക്ഡ് ടു ക്ലോസ്. ഇൻ 1642 തിയേറ്റേഴ്സ് ക്ലോസ്ഡ്. സ്റ്റേജ് പ്ലേസ് വെയർ പ്രൊഹിബിറ്റഡ്. ആൻഡ് ഓൾസോ ദി സ്പെക്ടേറ്റേഴ്സ് ആൻഡ് പ്ലേയേഴ്സ് ബോത്ത് വെയർ പണിഷ്ഡ്. അപ്പോൾ അത്രയ്ക്കും എന്തായിരുന്നു? സ്ട്രിക്റ്റ്നെസ് ആയിരുന്നു ദേ വെയർ ഷോയിങ് ഓൺ ടു ദി പീപ്പിൾ. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ജനങ്ങൾ ഈ ഒരു റൂളിനെ എതിർക്കും, അല്ലേ? ദേ ഓൾസോ പുട്ട് ഓർഡിനൻസ് അല്ലെങ്കിൽ കർബ്സ് ഓൺ ഡ്വെല്ലിംഗ്, ദാറ്റ് ഈസ് ബാറ്റ്ലിംഗ് ആൻഡ് കോക്ക് ഫൈറ്റിംഗ് ആൻഡ് ബെയർ ബെയ്റ്റിംഗ്. So all these steps taken made Puritans unpopular. People began to fed up with their rule. Puritans, people began to hate them. And let us see next എന്ത് സംഭവിച്ചു എന്ന്. ഇത് കൊണ്ടെത്തിച്ചത് ലാസ്റ്റ് ഇൻ്റർറഗനം എന്ന് പറയുന്ന അടുത്തൊരു പീരീഡിലാണ്. ആ ഒരു പീരീഡിൽ പ്യൂരിറ്റൻസിനെ റീപ്ലേസ് ചെയ്യുകയാണ് പാർലമെൻറ്റ് എല്ലാവരും കൂടി ചേർന്ന്. മൊണാർക്കി വാസ് എന്തായിരുന്നു? ഓൾറെഡി മൊണാർക്കി വാസ് അബോളിഷ്ഡ് ഇൻ ദ ഫസ്റ്റ് പീരീഡ്. ഇനി രണ്ടാമത്തെ ഇൻ്റർറഗനം, അതായത് ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ കാരോളിൻ ഏജിൽ, ഈ രണ്ടാമത്തെ ഇൻ്റർറഗനത്തിൽ ഇംഗ്ലണ്ട് ഡിക്ലെയർഡ് എ കോമൺവെൽത്ത് വിത്ത് ഒലിവർ ക്രോംവെൽ ആസ് ലോർഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം 1649 to 1658. അതാണ് ഇൻ്റർറഗനത്തിൻ്റെ പീരീഡ് ഓർത്തിരിക്കുക. 1649 to 1659. 1649 to 1659 ഇൻ്റർറഗനം. Cromwell, he was succeeded by his son Richard Cromwell, served for 9 months later. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഒലിവർ ക്രോംവെൽ, he was as the Lord Protector of the Commonwealth. England declared him as the Lord Protector from 1649 onwards. അപ്പോൾ പ്യൂരിറ്റൻസിൽ നിന്നും ഒലിവർ ക്രോംവെല്ലിലേക്ക് വരുന്നു റൂള്. ഒലിവർ ക്രോംവെൽ, അദ്ദേഹം he expanded colonies by annexing Jamaica and Arcadia from France by force of arms, and these colonies brought twofold advantage to England. They served as outlet for criminals and dissidents. England got more profit by selling manufactured items. മൂന്നാമതായിട്ട് ഇംഗ്ലണ്ട് emerged as a great manufacturing and trading country with a thriving trade with these the East Mediterranean and American colonies. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. They served as the outlet for criminals and dissidents, ഈ colonies. അതുപോലെ ഇംഗ്ലണ്ട് got more profit by selling the manufactured items. അതുപോലെ to the ആ കോളനിയിൽ then England emerged as a great manufacturing and trading country with a thriving trade with the East Mediterranean and American colonies. അപ്പോൾ ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡും കഴിഞ്ഞു. ഫസ്റ്റ് പീരീഡ് കാരോലിൻ ഏജിൽ ഞാൻ പറഞ്ഞായിരുന്നു, ജെയിംസ് ദി ഫസ്റ്റും ചാൾസ് ദി ഫസ്റ്റും അവർ കുറേ കോളനീസ് ഓൾറെഡി കീഴടക്കി കഴിഞ്ഞു, ലൈക്ക് ബർമുഡാസ്, വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സ്, വിർജീനിയ. ഓൾസോ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഡ്യൂറിങ് ദിസ് പീരീഡ് ഇംഗ്ലണ്ട് എന്തായിരുന്നു മറ്റു കൊളോണിയൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായി ഡിസ്റ്റിങ്വിഷ് ആയിട്ട് നിന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ദേ ഇൻട്രൊഡ്യൂസ്ഡ് സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ടു ഹർ കോളനീസ്. അത് ബാക്കിയുള്ള മറ്റ് കൊളോണിയൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കി നിന്നു എന്നുകൂടി ഓർത്തിരിക്കുക. അതുപോലെ
ഈ കൊളോണിയൽ വെൽത്ത്, ഇംഗ്ലണ്ടിൻ്റെ കൊളോണിയൽ വെൽത്ത് എന്ന് പറയുന്നത് ടൊബാക്കോ ആൻഡ് ഷുഗർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ടൊബാക്കോ ആൻഡ് ഷുഗർ വെയർ ദി സ്റ്റേപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്സ് കൊളോണിയൽ വെൽത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യരംഗനത്തിലേക്ക് വന്നു. 1649 to 1659. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒലിവർ ക്രോംവെല്ലാണ്. എന്നാൽ ഫസ്റ്റ് പീരീഡിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ചാൾസ് ദി ഫസ്റ്റ്. അയാളെ തോൽപ്പിച്ചുകൊണ്ട് അയാളെ പാർലമെൻറ്റ് തോൽപ്പിച്ചുകൊണ്ട് ആര് വരുന്നു? പ്യൂരിറ്റൻസ് അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ന് തന്നെ പറയാം. മെജോറിറ്റി ആരായിരുന്നു പാർലമെൻറ്റിൽ? പ്യൂരിറ്റൻസ് ആയിരുന്നു. അവർ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്തു. മെനി കപ്സ് വെയർ പുട്ട് ഫോർവേഡ് ഇൻ ടു ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പീപ്പിൾ മടുത്തു. അങ്ങനെ ഒലിവർ ക്രോംവെൽ വാസ് ഇംഗ്ലണ്ട് ഡിക്ലയർഡ് ആസ് ദ ലോർഡ് പ്രൊട്ടക്ടർ. ആൻഡ് ലേറ്റർ അദ്ദേഹം ഹി എക്സ്പാൻഡഡ് കോളനീസ്. ഇറ്റ് ബ്രോട്ട് മെനി അഡ്വാൻറ്റേജസ് ടു ദി കൺട്രി. അതിനുശേഷം ഹി വാസ് സക്സീഡഡ് ബൈ ഹിസ് സൺ റിച്ചാർഡ് ക്രോംവെൽ ഓൺലി ഫോർ 9 months. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമുക്കിനി നോക്കാം. നമ്മളങ്ങനെ തേർഡ് റിസ്റ്റോറേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 1660 മുതൽ 1700 വരെയാണ് റിസ്റ്റോറേഷൻ പീരീഡ്. ആദ്യമേ പറഞ്ഞ് ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഇയറാണ് 1660 to 1700. അപ്പോൾ ഒലിവർ ക്രോംവെൽ ഹി ഡൈഡ് ഇൻ 1658. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സൺ റിച്ചാർഡ് അസ്യൂംഡ് ഹിസ് പവർ. Cromwell, he was very efficient ruler, but his son Richard Cromwell, he was a weak ruler. His actions and consequence paved way for lawlessness and it paved way for restoration of monarchy. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഫസ്റ്റ് ചാൾസ് ദി ഫസ്റ്റ് കരോളിൻ ഏജ് അല്ലെങ്കിൽ പ്യൂരിറ്റൻ ആ ടൈമിൽ മൊണാർക്കി വാസ് അബോളിഷ്ഡ്. ദെൻ എന്ത് വന്നു? ഒലിവർ ക്രോംവെൽ റൂൾഡ്. അതിനുശേഷം റീസ്റ്റോറേഷൻ, ദ മൊണാർക്കി വാസ് റീസ്റ്റോർഡ്. അല്ലെങ്കിൽ എന്താണ്? എഗെയിൻ നമ്മുടെ ആരാണ്? റിച്ചാർഡ് ക്രോംവെൽ, വീക്ക് റൂളർ. അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ആര് വരുന്നു? മൊണാർക്സ് കയറി വരുന്നു. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ടൈം പീരീഡ് ആയപ്പോൾ പ്യൂരിറ്റൻസ് ദേ ബിക്കം വെരി വീക്ക്. അതുപോലെ അട്ടർ കൺഫ്യൂഷൻ ബിഗൻ ഇൻ ദ കൺട്രി ഓൾ ഓവർ ദി ഇംഗ്ലണ്ട് ആൻഡ് ഓൾ ദിസ് സ്ട്രെങ്തൻഡ് ദി റോയലിസ്റ്റ് അല്ലെങ്കിൽ കവലിയേഴ്സ്. നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ കരോളിൻ ഏജിലെ 2 ഗ്രൂപ്പ്, റോയലിസ്റ്റ് ആൻഡ് കവലിയേഴ്സ്. റോയലിസ്റ്റ് ആൻഡ് റൗണ്ട് ഹെഡ്സ് 2 ഗ്രൂപ്പ്. അങ്ങനെ 1660 പാർലമെൻറ്റ് കോൾഡ് ഇൻ ആൻഡ് മെജോറിറ്റി ഓഫ് ഹിസ് മെമ്പേഴ്സ് ഓപ്റ്റഡ് ഫോർ റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ബിക്കോസ് റിച്ചാർഡ് ക്രോംവെൽ, ദി വീക്ക് റൂളർ, ഹിസ് ആക്ഷൻ ആൻഡ് കോൺസിക്വൻസ് പേവ്ഡ് വേ ഫോർ ലോലെസ്നെസ്. അതുകൊണ്ട് തന്നെ റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി വാസ് പോസിബിൾ. Therefore, General Monk, Cromwell's deputy in Scotland, entered London unopposed, determined to save England from this prevalent anarchy of Richard Cromwell. So, the Convention Parliament was called or invited Charles II to return to England from his exile in France. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഓർത്തിരിക്കുക. He was exiled to France and he came back to England by the invitation of the Convention Parliament. It was named, the new parliament was called Convention Parliament because this name was ഇതൊരു റൂളർ അല്ല ഈ ഒരു ചാൾസ് സെക്കൻഡിനെ വിളിക്കുന്നത്. ബട്ട് ദിസ് പാർലമെൻറ്റ് വാസ് സമൺഡ് ബൈ ദി പീപ്പിൾ, ബൈ ദി റോയൽ വിറ്റ്. അതുകൊണ്ടാണ് ഇതിനെ കൺവെൻഷൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺവെൻഷൻ പാർലമെൻറ്റ് പീപ്പിൾസ് പാർലമെൻ്റ് ആണ് ചാൾസ് സെക്കൻഡിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് ടു അസെൻഡ് ദി ത്രോൺ. അങ്ങനെ ചാൾസ് സെക്കൻഡ് ഓൺ ഹിസ് 30th birthday 29th May 1660 entered London and accepted the invitation and became the ruler of England from 1660. ഇവിടെ നമുക്ക് അദ്ദേഹം റീസ്റ്റോർ ചെയ്ത കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് റിസ്റ്റോറേഷൻ ഓഫ് 1660 ബ്രോട്ട് ബാക്ക് മൊണാർക്കി, പാർലമെൻറ്റ്, ലോ. പൊളിറ്റിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊണാർക്കി വാസ് റീസ്റ്റോർഡ്, പാർലമെൻറ്റ് വാസ് റീസ്റ്റോർഡ്, ലോ വാസ് റീസ്റ്റോർഡ്. ഇനി അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഭവം, മെനി ടിപ്പിക്കൽ ലിറ്റററി ഫോംസ് ഓഫ് ദി മോഡേൺ വേൾഡ് ഇൻക്ലൂഡിങ് ദി നോവൽ, ബയോഗ്രഫി, ഹിസ്റ്ററി, ദെൻ ട്രാവൽ റൈറ്റിംഗ്, ജേർണലിസം, all gained confidence during this restoration period. Pamphlet literature, then political parties, coffee house, all emerged during the restoration. Also this age is also called age of drama. അതൊരു പോയിൻ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി റിലീജിയസ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ബിഷപ്സ്, ദ പ്രെയർ ബുക്ക്, ആംഗ്ലിക്കനിസം വാസ് റീസ്റ്റോർഡ്. ആംഗ്ലിക്കനിസം ഇൻ ദ പ്ലേസ് ഓഫ് പ്രൊട്ടസ്റ്റന്റിനിസം വാസ് റീസ്റ്റോർഡ്. Anglicanism was restored.
ഇനി സോഷ്യൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇറ്റ് റീസ്റ്റോർഡ് ട്രഡീഷണൽ ഇംഗ്ലീഷ് സൊസൈറ്റി വിത്ത് ഇറ്റ്സ് ഹെറാർക്കി ഓഫ് നോബിൾസ്, ജെൻട്രി, ദി കോമണേഴ്സ്. The upper class united in religious practices but were divided politically into Whigs and Tories. ഇത് previous year ചോദിച്ചിട്ടുണ്ട്, Whigs and Tories. Tories, they outnumbered Whigs. They are upper class who are united in religious practices but are divided politically. Why they are divided politically? അതെന്താണെന്ന് നോക്കാം. ഈ ഡ്യൂറിങ് റീസ്റ്റോറേഷൻ മോസ്റ്റ് ഓഫ് ദി കപ്സ് വെയർ റിമൂവ്ഡ്, മെനി തിങ്സ് റീസ്റ്റോർഡ്, ബട്ട് ദി ഉള്ളി ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് സെൻസർഷിപ്പ് വാസ് ദെയർ. ലീഗൽ ലൈസൻസ് ഇഷ്യൂഡ് ബൈ ദി ലൈസൻസിങ് ആക്ട് വാസ് മാൻഡേറ്ററി ടു പ്രിൻറ്റ് എനിത്തിങ്, പ്രിൻറ്റ് എ ബുക്ക് ഓർ പാംപ്ലെറ്റ് ഓർ ന്യൂസ് പേപ്പർ, എനിത്തിങ്. എ ലീഗൽ ലൈസൻസ് വാസ് റിക്വയർഡ്. Therefore, handwritten newsletters were circulated from towns to town and villages, and this giving the information about political events and opinion enabled the rise of Whigs and Tories. Adana politically they were divided because both had different ideologies. അതുപോലെ ഇനി സോഷ്യൽ ലൈഫ് ചേഞ്ച് ചെയ്തു ബൈ റീസ്റ്റോറേഷൻ. ലിബറേറ്റഡ് ഇംഗ്ലീഷ് പീപ്പിൾ ഫ്രം ദ പ്യൂരിറ്റൻ ഇമ്പോസ്ഡ് curbs on natural pleasure, society reveled in sensuality and became merrymaking or lavish people. A general deterioration in moral standards came. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു തിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്ലേ റിസ്റ്റോറേഷൻ ഡ്രാമയിൽ ഇത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, ദി തിയേറ്റേഴ്സ് വെർ റീ ഓപ്പൺഡ് ആഫ്റ്റർ ക്ലോസിംഗ് ഇൻ 1642. അതുമാത്രമല്ല, തിയേറ്റർ ഗോയിങ് ബിക്കം എ ഫാഷൻ ഫോർ ദി പീപ്പിൾ. ദെൻ കോക്ക് ഫൈറ്റിംഗ്, ബിയർ ബൈറ്റിംഗ് ആൻഡ് ഡ്വെല്ലിംഗ് ബിക്കം കോമൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്തു. ഇനി അതുപോലെ പ്രൈവറ്റ് ലൈബ്രറീസ്, ദേ ബിക്കം വെരി കോമൺ. യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ഓൾസോ ഹാഡ് ദെയർ ഓൺ ലൈബ്രറീസ്. ദെൻ എക്സ്പെരിമെൻ്റൽ സയൻസ് ഓൾസോ ഗെയിൻ ഗ്രൗണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് റോയൽ സൊസൈറ്റി. റോയൽ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് അണ്ടർ ദ, ഇതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. റോയൽ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് അണ്ടർ ദ പാട്രണേജ് ഓഫ് കിങ് ചാൾസ് ആൻഡ് ഹിസ് കസിൻ റൂബർട്ട്, പ്രിൻസ് റൂബർട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റോയൽ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് അണ്ടർ ദ പാട്രണേജ് ഓഫ് കിങ് ചാൾസ് ആൻഡ് പ്രിൻസ് റൂബർട്ട്, ഹിസ് കസിൻ പ്രിൻസ് റൂബർട്ട്. ദെൻ ദ ഏർലിയസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദി റോയൽ സൊസൈറ്റി, അതും നിങ്ങൾക്കറിയാം, റോബർട്ട് ബോയൽ, ബോയൽസ് ലോയൊക്കെ അറിയാമല്ലോ, റോബർട്ട് ബോയൽ ആസ് വെൽ ആസ് ഐസക് ന്യൂട്ടൺ. ദേ ഇൻഫ്യൂസ്ഡ് സ്പിരിറ്റ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. അതുപോലെ ഇംഗ്ലണ്ട് വാസ് പ്രോഗ്രസിങ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഡ്യൂറിങ് ദ റിസ്റ്റോറേഷൻ പീരീഡ്. ഓൾസോ യു ക്യാൻ ഫൈൻഡ് കോൾ മൈനിങ്, ക്ലോത്ത് ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. ഇത് മൂന്നും ഫ്ലറിഷ് ചെയ്തു. Coal mining flourished, cloth industry was the major industry during the restoration period, agriculture too was in the path of progress. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക. ലിറ്ററി പരമായിട്ടുള്ള ഈ മൂന്ന് ഏജ്, കാരോളിൻ ഏജ് ആയിക്കോട്ടെ, ഇന്റർറെഗ്നം അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റീസ്റ്റോറേഷൻ ഏജിൽ ജോൺ ബുനിയൻസ് ഗ്രേറ്റ് അലിഗറി പിലിഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഈ ഒരു ചാപ്റ്ററിൽ. ജോൺ ബുനിയൻസ് ഗ്രേറ്റ് അലിഗറി പിലിഗ്രിംസ് പ്രോഗ്രസ്, ആ ഒരു പോയിന്റ് MCQ പോലെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ജസ്റ്റ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചെന്താണ്, കാരോലിൻ ഏജ് ഫ്രം 1625 to 1649, ഇന്റർറെഗ്നം ഫ്രം 1649 to 1659, ദെൻ റീസ്റ്റോറേഷൻ ഫ്രം 1660 to 1700. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ 17th സെഞ്ച്വറി എന്നെങ്കിലും ഓർത്തിരിക്കുക. ബേസിക്കായിട്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 17th സെഞ്ച്വറിയാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1625 മുതൽ 1649. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് വെറുതെ എന്താണ് 17th സെഞ്ച്വറി പറഞ്ഞ് എഴുതാം. 17th സെഞ്ച്വറി യു ക്യാൻ ഫൈൻഡ് കാരോലിൻ ഏജ്, 17th സെഞ്ച്വറി ഇന്റർറെഗ്നം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂറിങ് ദി 17th സെഞ്ച്വറി വി ക്യാൻ ഫൈൻഡ് ദി പ്യൂരിറ്റൻസ്, ദേ പുട്ട് കർവ്സ് ഓൺ ടു ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ഇൻ ദ ഫസ്റ്റ് പീരീഡ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ, ഡ്യൂറിങ് ദ റീസ്റ്റോറേഷൻ പീരീഡ് ഇൻ ദ 17th സെഞ്ച്വറി all the cups were removed, then libraries came, royal society, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് അങ്ങനെയും ആ ഒരു ഇയർ ഓർമ്മയില്ലെങ്കിലും 17th സെഞ്ച്വറി എന്ന് പറഞ്ഞ് എഴുതാം. എന്നാലും 1660 മുതൽ 1700 വരെയാണ് റീസ്റ്റോറേഷൻ, ഓർക്കാൻ എളുപ്പമാണ്. ബാക്കി കരോളിനും ഇന്റർറെഗ്നവും ആ ഒരു ഇയറും കൂടി ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ദ ഇന്റർറെഗ്നം 1649 to 1659 കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൂടി നോട്ട് ചെയ്യുക. ഈ ഓൺ 30th January 1649 ചാൾസ് ദി ഫസ്റ്റ് വാസ് എക്സിക്യൂട്ടഡ്
എന്തുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്? ബിക്കോസ് ഡ്യൂ ടു ഹിസ് കബ്സ് ഓൺ ദ പീപ്പിൾ. ഹി വാസ് എ പ്യൂരിറ്റൻ, ഹി വാസ് എ ബിലീവർ ഓഫ് എന്താണ് പ്രൊട്ടസ്റ്റൻറ്റിനിസം. ഹി വാസ് എ പ്രൊട്ടസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ്, ചാൾസ് ഫസ്റ്റ് വാസ് എക്സിക്യൂട്ടഡ് ഓൺ 30th January 1649 ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ലോങ് പാർലമെൻറ്റിലെ ഞാൻ നേരത്തെ പറഞ്ഞ ലോങ് പാർലമെൻറ്റ് put him to the death അല്ലെങ്കിൽ put him to trial and he was executed on 30th January 1649. Let it be there. ആൻഡ് ഈ ഒരു ടൈം പീരീഡിൽ അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു കിങ് ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. അതാണ് ഇൻ്റർറെഗ്നം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ആ ഒരു ടൈം പീരീഡിൽ ഇംഗ്ലണ്ട് ആ ഒരു പാർലമെൻറ്റ് എന്ത് ചെയ്തു, ഈ പ്രൊട്ടസ്റ്റൻറ്റ് സപ്പോർട്ടേഴ്സ് പ്യൂരിറ്റൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിങ് ഇല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥ പാർലമെൻറ്റാണ് റൂൾ ചെയ്തിരുന്നത്. അതാണ് ഈ കോമൺവെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ റൂൾ ബൈ പീപ്പിൾ, എ ഫ്രീ കളക്ഷൻ ഓഫ് പീപ്പിൾ റൂൾഡ് ബൈ ദി പാർലമെൻ്റ് ആണ് കോമൺവെൽത്ത്. ആൻഡ് അതിൽ എമംഗ് ഒരാളാണ് ആര്, ഈ ഒരു പറഞ്ഞ ക്രോംവെൽ, ഒലിവർ ക്രോംവെൽ. അദ്ദേഹത്തെ ലോർഡ് പ്രൊട്ടക്ടറായിട്ട് നിയമിച്ചു. ഹീ റൂൾഡ് ഇംഗ്ലണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആർമി. ലേറ്റർ ഹീ ബിക്കം വെരി പവർഫുൾ. അദ്ദേഹത്തിൻ്റെ ആർമിയും കൊണ്ട് he expanded colonies. He was a very efficient ruler. പക്ഷേ he died of malaria and later his son Richard Cromwell ascended the throne, but he was utter failure. Therefore ഇത് റീസ്റ്റോർ ചെയ്തു, റിസ്റ്റോറേഷൻ വന്നു, monarchy was restored. അപ്പോൾ ഇതാണ് ടോട്ടൽ ഒരു സമ്മറി. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളാണ്, ബട്ട് 20 മിനിറ്റ്സോളമായി. ഐ ആം വെരി സോറി, ഇറ്റ് ഈസ് എ വെരി ലെങ്തി ഓഡിയോ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദി ക്ലാസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ guys. Thank you. Best of luck for your examination. Thank you guys.